ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ വിഘ്നങ്ങളുണ്ടെങ്കിലും വിഘ്നേശ്വരൻ്റെ ഈ ഒരു ഒറ്റ മന്ത്രം നിങ്ങൾ ജപിച്ചാൽ മതി. ജീവിതത്തിൽ എന്ത് തരത്തിലുള്ള വിഘ്നങ്ങളെയാണോ നിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്, ആ വിഘ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിവാരണം ഉണ്ടാവുന്നതാണ്. അതായത് നമുക്ക് ജീവിതത്തിൽ നമുക്കിപ്പം തൊഴിലിനിറങ്ങി അതിന് തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തടസ്സം നമ്മളിൽ നിന്ന് മാറാൻ, അതല്ല എങ്കിൽ നമുക്കിപ്പോൾ ഒരു വിവാഹത്തിന് എത്ര ആലോചനകൾ വന്നിട്ട് നല്ല രീതിയിൽ നടക്കുന്നില്ല, അല്ലെങ്കിൽ എല്ലാം എല്ലാം റെഡിയായിട്ട് വരുമ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം വിവാഹം മുടങ്ങിപ്പോവുക. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് തടസ്സങ്ങൾ നേരിടുക. അങ്ങനെ ഓരോ തരത്തിൽ അതല്ലേ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളിരിക്കുകയാണ്, അതിന് തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഓരോ തരത്തിൽ നമ്മളെ ഇങ്ങനെ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർ ഉറപ്പായിട്ടും ഈ ഒരു ഗണപതി മന്ത്രം നിങ്ങൾ എന്നും 108 പ്രാവശ്യം നിങ്ങൾ ജപിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ എത്ര വലിയ പ്രതിസന്ധികളെയും എത്ര വലിയ തടസ്സങ്ങളെയും നിങ്ങൾക്ക് മറികടന്ന് അതിൽ വൻ വിജയം നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ആ മന്ത്രം ഇതാണ്: ഓം ഗം ഗണപതിയെ നമ, ഓം ഗം ഗണപതിയെ നമ എന്ന് 108 പ്രാവശ്യം രാവിലെ കുളി കഴിഞ്ഞ് വിളക്ക് കത്തിച്ച് അതിൻ്റെ മുന്നിലിരുന്ന് ജപിക്കുക. അതല്ലെങ്കിൽ രാവിലെ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ വൈകിട്ട് നന്നായിട്ട്, അതായത് ഫ്രഷ് ആയതിനു ശേഷം, അതായത് കുളി കഴിഞ്ഞ് വന്ന് വിളക്കിൻ്റെ മുന്നിലിരുന്ന് ഈ മന്ത്രം ജപിക്കുക. ഏതെങ്കിലും രാവിലെ വൈകിട്ടോ നിങ്ങൾക്ക് ഒക്കുന്ന ഒരു ടൈം അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ മന്ത്രം ജപിക്കുക. അതോടൊപ്പം തന്നെ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ നമ്മൾ ഉറപ്പായിട്ട് ഒരു 3 ഗണപതി ഹോമം നടത്തുക. ഒന്നിൽ അത് 3 ആഴ്ചയായിട്ട് തന്നെ, 3 ആഴ്ചയായിട്ട് തന്നെ നടത്താൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഈ വഴിപാട് നടത്തുന്നത് ശനിയാഴ്ച നടത്തുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും. അപ്പോൾ ഈ വഴിപാട് നിങ്ങൾ ഉറപ്പായിട്ട് നടത്തുക. നിങ്ങൾ ഏത് തരത്തിലുള്ള പ്രശ്നത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണോ ആ പ്രശ്നത്തിന് ഉടനടി നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും മഹത്തായിട്ട് നമ്മുടെ ഗണപതി ഭഗവാന്റെ ഏറ്റവും സാന്നിധ്യമുള്ള ഒരു ക്ഷേത്രമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ പോയി നിങ്ങൾക്ക് ഒരു നാളികേരം ഉടയ്ക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു തൊഴിലിന്, ഒരു ജോലിക്ക്, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന എന്തിനെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഭഗവാനോട് മനസ്സൊരുവി ഓം ഗം ഗണപതിയെ നമ എന്ന് ജപിച്ചതിന് ശേഷം നിങ്ങൾ ഗണപതിയെ അങ്ങനെ പ്രസാദപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുക: ഞാൻ ഇതുപോലെ എനിക്കൊരു ജോലി കിട്ടുന്ന ആ ടൈമിൽ, ആ ഫസ്റ്റ് സാലറിയിൽ നിന്ന് തന്നെ ഞാനൊരു തുകയെടുത്ത് ഭഗവാന് ഉണ്ണിയപ്പം, അതായത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ തന്നെ ഇത് നടത്തണം. അവിടെ ഒരു 101 രൂപയുടെ ആയാലും മതി, ഏറ്റവും കുറഞ്ഞത് 101 രൂപയ്ക്ക് വേണം നടത്താം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, എത്ര രൂപയ്ക്ക് നടത്തണമെന്നൊക്കെ ഉള്ളത്. അവിടെ ആ ഉണ്ണിയപ്പം നിങ്ങൾ നേർന്നേക്കുക. അതോടൊപ്പം തന്നെ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ടൈം കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഒരു നാളികേരം അവിടെ തലക്കുഴിഞ്ഞ് ഭഗവാൻ അവിടെ അടച്ചേക്കുക. എത്ര തടസ്സവും മാറിക്കിട്ടും. അപ്പോൾ ഈ മന്ത്രം നിങ്ങൾ ഒരിക്കലും നിങ്ങൾ മുടക്കരുത്. ഓം ഗം ഗണപതി എന്നുള്ള മന്ത്രം നിങ്ങൾ ഉറപ്പായും ജപിക്കുക. നിങ്ങളുടെ എത്ര വലിയ പ്രതിസന്ധിയും ഭഗവാൻ തരിക തന്നെ ചെയ്തിരിക്കും. ഓം ഗം ഗണേശായ നമ. എല്ലാവരും ഗണേശനെ അനുഗ്രഹിക്കട്ടെ.